നൂറുകണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയ ദുരന്തം എത്തുന്നതിന് മുൻപ് ആ രാത്രി ചൂരൽമലയിലെ ഫിദയെ അൻസിൽ വിളിച്ചിരുന്നു. സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. രാവിലെയാണ് മുണ്ടക്കയെയും ചൂരൽമലയെയും ഉരുൾ തൂത്തെറിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത്. പിന്നീട് മരവിപ്പോടെ ചെയ്തതും അനുഭവിച്ചതുമെല്ലാം മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലിരുന്ന് പതിയെ അൻസിൽ പറഞ്ഞു തുടങ്ങി. നോക്ക് വേണ്ടിയിട്ട് ഞാൻ 8 ദിവസം ഒരു സേവനം ചെയ്തു. ഇവിടുന്ന് വരുന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡി ആയാലും മിക്ക ആൾക്കും എംസയിലോട്ട് ഞാൻ പോയിരുന്നു. അവിടെ ബോഡി ഓടാനുണ്ടോ പെട്ടെന്ന് ഇവിടെ ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞ ടെൻഷൻ അടിച്ച് ഒന്നും തിന്നാണ്ട് ഭക്ഷണം ഞാൻ കഴിക്കലില്ലായിരുന്നു. ഇവിടെ അതിൻ്റെ ശേഷം വിളിച്ചതിൻ്റെ ശേഷം ഭയങ്കര ഒരു സന്തോഷം വന്നു. ദുരന്തത്തിൽ ഫിദയ്ക്ക് ഉപ്പയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ്. ഇതിൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ ഇവിടുന്ന് ബോഡി കണ്ടിരുന്നു. പിന്നെ അവളെ അമ്മ സേഫാണ്, അതായത് അവളെ അമ്മ സേഫാണ്, പിന്നെ അവളെ അനിയനും സേഫാണ്.